ഹായ് ഹലോ നമസ്കാരം. ഞാൻ അജിത്. എൻ്റെ പുതിയ യൂട്യൂബ് ചാനൽ ലോഞ്ച് ചെയ്യാണ്. ഒമാൻ ഫ്രെയിംസ് ഓഫ് ആശാൻ എന്നാണ് ഇതിൻ്റെ പേര്. ആദ്യത്തെ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ സുൽത്താൻ കാബൂസ് മോസ്ക് സോഹാറിലാണ്. സോഹാർ മോസ്കിൻ്റെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എത്തിക്കുന്നതിന് വേണ്ടിയാണ്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. Every single day I'm gonna make something great. അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. വടക്കൻ ഒമാനിലെ ചെറിയ പട്ടണമാണ് സോഹാർ. സോഹാറിൻ്റെ ഹൃദയഭാഗത്ത് സുൽത്താൻ കാബൂസ് ഗ്രാൻഡ് മോസ്ക്. ദുബായ് ഫലജ് ഭാഗത്ത് നിന്ന് വരുമ്പോൾ സോഹാർ ഫ്ലൈ ഓവർ കഴിഞ്ഞ് തേർഡ് എക്സിറ്റാണ്. മസ്കറ്റിൽ നിന്ന് വരുമ്പോൾ സുവേറ റൗണ്ട് ബോട്ടിൽ നിന്നും വലത്തേക്ക് തിരിഞ്ഞ് സർവീസ് റോഡ് വഴി ഇങ്ങോട്ട് എത്തിച്ചേരാവുന്നതാണ്. ഞങ്ങൾ ഫലജിൽ നിന്ന് വന്നു. മൂന്നാമത്തെ എക്സിറ്റ് എടുത്തു. തലയുയർത്തി പിടിച്ചു നിൽക്കുന്ന പ്രൗഢഗംഭീരമായ ഗ്രാൻഡ് മോസ്കിലേക്ക് ഞങ്ങൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൂടെയുള്ളത് ആശിഷ് എബ്രഹാം. അദ്ദേഹത്തിൻ്റെ ക്യാമറ വിരുതുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു. പ്രധാനമായും 2 മെയിൻ ഗേറ്റുകളാണുള്ളത്. ആദ്യ ഗേറ്റ് അടഞ്ഞു കിടക്കുന്നു. രണ്ടാമത്തെ മെയിൻ ഗേറ്റിലേക്ക്, മെയിൻ എൻട്രൻസിലേക്ക് ഞങ്ങൾ എടുക്കുന്നു. മെയിൻ ഗേറ്റ് വഴി ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. എന്ത് മനോഹരമായ കാഴ്ച! വളരെ തലയെടുപ്പോടുകൂടി നിൽക്കുന്ന ഗ്രാൻഡ് മോസ്ക്. അസാധാരണമായ വാസ്തുവിദ്യയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. 1,81,000 സ്ക്വയർ മീറ്റർ വ്യാപിച്ചു കിടക്കുന്നു ഈ സ്ഥലം. ഞങ്ങൾ വണ്ടി സൈഡിൽ പാർക്ക് ചെയ്തതിന് ശേഷം അകത്തേക്ക് നടന്നു നീങ്ങി. ഇൻ്റർലോക്കുകളും ഗ്രാനൈറ്റുകളും മാർബിളും കൊണ്ട് വളരെ ക്ലീൻ ആൻഡ് പെർഫെക്റ്റ്, ഒരു പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ എന്ന് പറയാം. അത്രയ്ക്ക് പെർഫെക്റ്റായിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ്. അങ്ങനെ തന്നെ വേണം അല്ലേ? വളരെ കാം ആൻഡ് ക്വയറ്റ്, പീസ്ഫുള്ളായിട്ടുള്ളൊരിടം. ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വിലപിടിപ്പുള്ള സ്വത്ത് എന്ന് പറയുന്നത് ആരാധനാലയങ്ങളും ഇതുപോലുള്ള ഓർമ്മപ്പെടുത്തുന്ന വാസ്തുശില്പങ്ങളും ഒക്കെയാണ്. അതെന്നും രാജ്യത്തിൻ്റെ മാറ്റൊലി കൂട്ടുന്നു. മെയിൻ എൻട്രൻസിലേക്കുള്ള പടവുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു 1,81,000 സ്ക്വയർ ഫീറ്റിൽ വ്യാപിച്ച് കിടക്കുന്ന സ്ഥലമാണ്. പൂന്തോട്ടം, പൂക്കളും മരങ്ങളും വ്യത്യസ്തത പുലർത്തുന്നു. ഒരുപാട് വ്യത്യസ്തമായ മരങ്ങളും പൂക്കളുമൊക്കെ നമുക്കവിടെ ആസ്വദിക്കാൻ പറ്റും. മെയിൻ എൻട്രൻസ് ഈ കാണുന്നതാണ് പ്രാർത്ഥനയിടം. 4,600 പേർക്ക് ഒരേ സമയം പ്രാർത്ഥിക്കാൻ കഴിയും ഈ പ്രാർത്ഥനയിടത്തിൽ. വളരെ മനോഹരമായിരിക്കുന്നു അല്ലേ? 4 വശങ്ങളിലും ഇതുപോലുള്ള വാതിലുകളുണ്ട്. വളരെയധികം ഭംഗിയായി ചെയ്തിരിക്കുന്ന ആ കവാടം, നല്ല രീതിയിലുള്ള ലൈറ്റുകളും പെയിൻറ്റുകളും മാർബിളുകളുമൊക്കെ ഇതിൻ്റെ മാറ്റൊലി കൂട്ടുന്നു. പകൽ കാണുമ്പോൾ വേറൊരു ഭംഗിയും രാത്രി കാണുമ്പോൾ മറ്റൊരു ഭംഗിയും നമ്മളെ ആകർഷിക്കുന്നു. ഉൾഭാഗത്ത് വളരെ മനോഹരമായ രീതിയിൽ മൊസൈക്ക് ചെയ്തിട്ടുണ്ട്.
പ്രാർത്ഥനയിടത്തിൽ ആണിപ്പോൾ നമ്മളുള്ളത്. വർണ്ണാഭമായ ലൈറ്റുകൾ, വെളിവെടുപ്പുള്ള ലൈറ്റുകൾ നമുക്ക് കാണാം. അകത്തു നിന്നുമുള്ള വ്യൂ ആണിത്. പുറത്തേക്ക് നീണ്ടു നിവർന്ന് കിടക്കുന്ന ആ വഴി, പാസേജ്, പൂന്തോട്ടം. എന്ത് മനോഹരമാണല്ലേ ഈ സായനം. ഒരിക്കലെങ്കിലും സോഹാർ വിസിറ്റ് ചെയ്യുമ്പോൾ തീർച്ചയായും വന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ്. ബ്യൂട്ടിഫുള്ളായിട്ട് അത് അതിൻ്റെ വൃത്തിയിലും അതിൻ്റെ ആ മനോഹാരിത കാത്തു സൂക്ഷിക്കുന്നു. أشهد أن محمدًا رسول الله. حي على الصلاة. حي على الصلاة. പ്രാർത്ഥനയുടെ സമയമായി. വലിയ പ്രാർത്ഥനാ ഹാൾ, ലൈബ്രറി, ക്ലാസ് റൂമുകൾ, സാംസ്കാരിക പരിപാടികൾക്കുള്ള ഹാൾ എന്നിവ ഇവിടെ ഉണ്ട്. പേർഷ്യൻ മധ്യേഷ്യൻ ശൈലികളിൽ നിർമ്മിച്ചത് 4 മിനാരങ്ങൾ, നീല താഴികക്കുടം എന്നിവയാണ് ഇതിൻ്റെ പ്രത്യേകത. മനോഹരമായ രീതിയിൽ ഉള്ള പൂന്തോട്ടം, വിശാലമായ കാർ പാർക്കിംഗ് ഇവ എടുത്തു പറയേണ്ടതുണ്ട്. ഖുർആൻ പഠിപ്പിക്കുന്നതിനും സാംസ്കാരിക പരിപാടികൾക്കും വേണ്ടിയുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയ പുസ്തക ശേഖരമുള്ള ലൈബ്രറിയും ഇവിടെ ഉണ്ട് എന്നറിയാൻ കഴിഞ്ഞു. ഒമാനിൽ വന്നിട്ട് ഇതുപോലുള്ള ആരാധനാലയങ്ങളും സൗധങ്ങളുമെല്ലാം വിസിറ്റ് ചെയ്യുന്നത് ഒരു അനുഭവം തന്നെയാണ്. അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ഓരോ ആരാധനാലയങ്ങൾ അവർ കാത്തു സൂക്ഷിക്കുന്നത്. നിശയുടെ വിളക്കുകൾ തെളിഞ്ഞു തുടങ്ങി. ആകാശം ഇരുട്ടിലേക്ക് വന്നു തുടങ്ങി. ഇരുട്ടിൻ്റെ യാമത്തിലേക്ക് പോകുമ്പോൾ വർണ്ണാഭമായ വിളക്കുകളാൽ പ്രകാശഭൂരിതമായി നിൽക്കുന്ന മോസ്കിൻ്റെ ആ സൗന്ദര്യം കൂടി കുറച്ചു നേരം നമുക്ക് ആസ്വദിക്കാം. മോസ്കിൻ്റെ പുറം ഭാഗത്തുള്ള സൗന്ദര്യം കൂടി ഒപ്പിയെടുക്കാൻ ശ്രമിക്കുന്നു. ചുറ്റുമൊന്ന് വലം വെച്ച് നമ്മൾ യാത്ര തിരിക്കുകയാണ്. വർണ്ണവിളക്കുകൾ നിശയുടെ സൗന്ദര്യത്തെ ഒരുപാട് ഉയരങ്ങളിലെത്തിക്കുന്നു. സോഹാർ ഗ്രാൻഡ് മോസ്കിൻ്റെ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. ഇനിയും ഒരുപാട് വിശേഷങ്ങളും സവിശേഷതകളുമുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനിയും സപ്പോർട്ടുകളും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക. പുതിയ വീഡിയോകളും പുതിയ സ്ഥലങ്ങളും പരിചയപ്പെടുത്തുന്നതിനും എന്നും എപ്പോഴും കൂടെ ഉണ്ടാകുമെന്നും ഒരു പ്രതീക്ഷയോടെ യാത്ര തിരിക്കുന്നു. നിങ്ങളുടെ സ്വന്തം അജിത്ത്, സൈനിങ് ഓഫ്. താങ്ക് യു വെരി മച്ച്.